പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായുടെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് പെസഹ ആചരിക്കുകയാണ്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകലാണ്, പാസ് ഓവർ. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ ആദ്യത്തെ പെസഹയെ പറ്റി അനുസ്മരിക്കുകയാണ്. ഇസ്രായേൽക്കാര് ഈജിപ്തിൽ അടിമകളായിരുന്ന കാലഘട്ടം, അവരെ വിമോചിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ. മോശ അവിടുത്തെ രാജാവായിരുന്ന ഫറവോയെ സമീപിക്കുകയും തൻ്റെ ജനത്തെ ഈ അടിമത്തിൽ നിന്നും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ സന്നദ്ധരാകാതിരുന്നതിന്റെ പേരില് അവർക്ക് നിരവധിയായിട്ടുള്ള പീഡനങ്ങള്, ശിക്ഷകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവസാനമായിട്ട് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് മോശ തന്റെ പ്രിയപ്പെട്ട ജനതയ്ക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ആദ്യത്തെ പെസഹ ആചരിക്കുവാൻ അതിനുവേണ്ടി എല്ലാവരും ഓരോ ബലിയർപ്പണത്തിനായിട്ട് ഓരോ ആട്ടിൻകുട്ടിയെ വാങ്ങി സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് അവരുടെ കടന്നുപോകലിന്റെ തലേ രാത്രിയിൽ ബലിയർപ്പിക്കാനും അതിന്റെ മാംസം ബലിയർപ്പിച്ചതിന് ശേഷം, പെസഹ ആചരിച്ചതിന് ശേഷം അതിനെ എല്ലാവരും കൂടി തീയിൽ ചുട്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവര് കയ്പുള്ള സസ്യം, തീയിൽ ചുട്ട മാംസം, അതുപോലെ അപ്പം, പുളിപ്പില്ലാത്ത അപ്പം. അപ്പോൾ അവര് യാത്രയ്ക്ക് ഒരുങ്ങുന്നവര് ചെരുപ്പുമെല്ലാം ധരിച്ച് തങ്ങൾ വലിയൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് അവരത് തയ്യാറായിട്ട് അപ്പം ഭക്ഷിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ കൊന്ന കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിയിലും മേൽപ്പടിയിലും തളിക്കണം, പുരട്ടണം. അപ്പോൾ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ അവരുടെ പ്രഥമജാതനെ വധിച്ചില്ല. എന്നാൽ ആ നാട്ടിലെ ജനതയുടെ ഭവനങ്ങളിൽ ആദിജാതനെ വധിച്ചു, അവരെ ശിക്ഷിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. സംഹാരദൂതൻ ആദിജാതനെ കൊല്ലാതെ യഹൂദ ഭവനങ്ങൾ കടന്നുപോയി. അതൊരു കടന്നുപോകൽ, അതൊരു പാസ് ഓവറാണ്. ആട്ടിൻകുട്ടിയെ 14-ാം ദിവസം സന്ധ്യയ്ക്ക് കൊല്ലണം. രക്തമെടുത്ത് കട്ടിളപ്പടികളിലും മേൽപ്പടിയിലും പുരട്ടണം. മാംസം തീയിൽ ചുട്ട് കുളിപ്പിക്കാത്ത അപ്പവും കൈപ്പുള്ള സസ്യവും കൂട്ടി ഭക്ഷിക്കണം. അരമുറുക്കി ചെരുപ്പുകൾ അടിഞ്ഞ് തിടുക്കത്തിൽ ഭക്ഷിക്കണം. ഇതാണ് നിർദ്ദേശങ്ങൾ. ഇതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അവർക്ക് വീണ്ടും കടന്നു പോകലുണ്ട്. ചെങ്കടല് കടന്നു പോകുന്നു. മോശ പ്രാർത്ഥിക്കുകയാണ്. ഫറവോയുടെ സൈന്യങ്ങൾ പിന്നാലെ ഇവരെ പിടിച്ചുകൊണ്ടു പോകാനായിട്ടുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് മോശ തന്റെ വടി ആ വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തായിട്ട് മാറിക്കൊടുത്തു. അങ്ങനെ ഇസ്രായേൽക്കാര് കടന്നുപോയി. പിന്നാലെ വന്ന ഫറവോയുടെ സൈന്യങ്ങള് അവര് വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട ഒത്തിരി പേര് മരിച്ചുപോയി എന്നുള്ള വിവരണമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ കടന്നുപോകലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആ ചെങ്കടൽ കടന്നുപോകല്. പിന്നെ മരുഭൂമിയിലൂടെയുള്ള കടന്നുപോകലുണ്ട്. സുദീർഘമായ സംവത്സരങ്ങള് വാഗ്ദാന നാട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തു. അതിന്റെ സമാപനത്തിലാണ് അവർക്ക് വാഗ്ദത്ത ഭൂമിയിൽ ചെന്നെത്താനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അവര് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകല് നിരവധിയായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞു, സൂര്യൻ മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനങ്ങളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്.
ലോകത്തിലെ ബലിയെ സൂചിപ്പിക്കുന്നുണ്ട്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനങ്ങളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും പരിശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവരുണ്ട്, എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുണ്ട്, വിവിധ രാജ്യങ്ങളിലുമുണ്ട്. സമയം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തും സമയം മാറി മാറി വരുന്നതനുസരിച്ച് 24 മണിക്കൂറും വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ദിവസമാണ്. അതിലെ ഏറ്റവും പുരാതനമായ വിവരണം വിശുദ്ധ പൗലോസ്ലീഹായുടേതാണ്. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയ്ക്ക് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം ഒരു വൃത്തിയാക്കൽ വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗലോസ്ലീഹായുടെ വിവരണമാണ് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള വിവരണമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഈശോ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ, ഈശോയുടെ തിരുസാന്നിധ്യം ദൈവജനത്തിന്റെ ഇടയിൽ എക്കാലത്തും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഈശോ പറയുന്നുണ്ട്, കർത്താവ് സ്നേഹിച്ചു, മരണത്തോളം സ്നേഹിച്ചു, തനിക്ക് ഉണ്ടായിരുന്നവരെ അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതെന്റെ ശരീരമാണ്. നമ്മുടെ കുദാശാവചനങ്ങളിൽ ആ വചനങ്ങളാണ് ഓർമ്മിക്കുന്നത്. വീഞ്ഞെടുത്ത് ആശീർവദിച്ച്, ഇത് പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. അപ്പോൾ കർത്താവിന്റെ ആ കൽപ്പന അനുസരിച്ചാണ് പുതിയ നിയമത്തിലെ ദേവാലയങ്ങളിലെ വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെടുന്നത്. ഈ അന്ത്യത്യാഗത്തിന് പ്രത്യേകമായിട്ടുള്ള ഒത്തിരി മൂല്യങ്ങളുണ്ട്. യേശുവിന്റെ ജീവിതത്തിലെ അന്ത്യ നിമിഷങ്ങൾ ശിഷ്യന്മാരോടൊന്നിച്ച് ചെലവഴിക്കുകയാണ്. ശിഷ്യന്മാർ മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ തിരുസാന്നിധ്യം അവിടെ ഉണ്ട്. ഒരു പൗരോഹിത്യ സ്ഥാപനത്തിന്റെ ദിവസം ഇതാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ അവസരമാണ്. പൗരോഹിത്യത്തിന്റെ സ്ഥാപനത്തിന്റെ ദിവസവുമാണിന്ന്. അതുകൊണ്ട് പുരോഹിത ദിനവുമായിട്ട് ആചരിക്കുകയാണ് നമ്മൾ. സഭയുടെ രഹസ്യം വെളിപ്പെടുത്തുന്ന അവസരമാണിത്. സഭയുടെ ശുശ്രൂഷ സ്വഭാവം വിശദീകരിക്കുന്നതാണ്. യേശു ശിഷ്യന്മാരുടെ പാപങ്ങൾ കഴുകിക്കൊണ്ടാണ് ശുശ്രൂഷയുടെ ആ വലിയ മാതൃക ഈശോ നൽകുന്നത്. അപ്പോൾ കാലുകൾ കഴുകുക അത് ഭൃത്യന്മാർ ചെയ്യുന്ന കടമയാണ്. എന്നാൽ യേശു, നിങ്ങളുടെ ഗുരുനാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവാൻ കടപ്പെട്ടവരാണ്. അപ്പൊ അത് ഒരു പാദങ്ങൾ കഴുകുക മാത്രമല്ല, ശുശ്രൂഷയുടെ, സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, നന്മയുടെ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ സൂചന. അപ്പോൾ കാല് കഴുകുന്നത് സാധാരണയായിട്ട് ക്ഷാളനം എന്ന് പറയുന്നത് കാലിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഇതുപോലെ താരിട്ട വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പൊടികളുള്ള വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് കാലുകളിലും പാദത്തിലും ഒക്കെ ഒത്തിരി പൊടിയുണ്ട്. അതെല്ലാം കഴുകിയാണ് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു മാതൃക യേശു നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ദിവസത്തില് ഈ വലിയ മാതൃക നൽകിക്കൊണ്ട് എല്ലാവരും ഈ മാതൃക അനുകരിക്കണം. അത് കാലുകഴുകലിന്റെ കാര്യം മാത്രമല്ല, ശുശ്രൂഷയുടെ മേഖല, സേവനത്തിന്റെ മേഖല. സഭയിൽ ഒത്തിരി ആളുകൾ ഈ സേവനത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നവരുണ്ട്.
അത് യേശുവിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ്. ഒത്തിരി അഗതി മന്ദിരങ്ങളുണ്ട്, രോഗികൾക്കുള്ള മന്ദിരങ്ങളുണ്ട്. ഭരണാസനരായിട്ടുള്ള ആളുകളെ തെരുവീതികളിൽ നിന്നും പെറുക്കിയെടുത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളും ദിവസങ്ങളും ഒക്കെ മാനുഷികമായ രീതിയിൽ ചെലവഴിക്കാൻ വേണ്ടി മദർ തെരേസയെ പോലെയുള്ള പ്രവർത്തന ശൈലികള് ഇക്കാലത്തും സഭയുടെ സമർപ്പിതരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു അരൂപിയിൽ ജീവിക്കുന്നവരുടെ സമൂഹമാണ് ക്രൈസ്തവര്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഒരു സമൂഹമായിരിക്കണം. അതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നാണ്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും മാനുഷികതയിൽ കുറവുകളുള്ളത് കൊണ്ട് സ്നേഹത്തിന്റെ മൂല്യങ്ങൾ തമസ്കരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ കുടുംബത്തിലേക്കും കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർ തമ്മിൽ ശത്രുതയുള്ള രീതികളുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചത്, രാവിലെ കാപ്പി കൊടുത്തില്ല, അതുകൊണ്ട് അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. ഒരു വീട്ടില് സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ജീവിക്കേണ്ട ഭവനത്തിൽ എന്താ സംഭവിച്ചത്? അപ്പൊ അവിടെ വെറുതെ ചായ കിട്ടാഞ്ഞിട്ടല്ല, സ്നേഹം പണ്ടേ നഷ്ടപ്പെട്ടിരുന്നു, അല്ലെ മാനസിക രോഗിയായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തിന്റെ കൂട്ടായ്മ ദമ്പതിമാര് തമ്മിലുണ്ടായിരിക്കണം ആദ്യം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. പോലെ മക്കളും തമ്മിലുണ്ട്. മക്കൾ വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. മൂന്നാമതായിട്ട് അയൽവാസികൾ തമ്മിൽ ആ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഒരു ഇടവകയില് ആ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രവർത്തിക്കുന്ന ജീവിത മണ്ഡലങ്ങളിൽ ആ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതാണ് യേശു പറയുന്ന കൂട്ടായ്മ. ആദിമ സഭയെ നയിച്ചിരുന്നത് എന്തൊക്കെയാ? ഒന്ന് അപ്പസ്തോല പ്രബോധനം, അപ്പസ്തോലന്മാരുടെ പഠനം. രണ്ടാമതായിട്ട് അവൻ അപ്പം മുറിക്കൽ ശുശ്രൂഷ, ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്, അതിനുവേണ്ടിയാ ഒന്നിച്ചു കൂടിയിരുന്നത്. മൂന്നാമതായിട്ട് കൂട്ടായ്മ കൊയിനോണിയ, അവര് കൂട്ടായ്മയുടെ ഒരു സമൂഹമായിരുന്നു. നാലാമതായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്നിച്ചു കൂടിയിരുന്നു, പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു. അതുപോലെ പങ്കുവെക്കലിന്റെ ഒരു സമൂഹമായിരുന്നു. കഴിവുള്ളവര് പാവങ്ങളെ സഹായിച്ചിരുന്നു, ഒന്നിച്ച് ആഹാരം കഴിച്ചിരുന്നു. അതായിരുന്നു ആദിമ സഭയുടെ മാതൃക. വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ യേശു പറഞ്ഞ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. യോഹന്നാൻ സുവിശേഷകന്റെ 6-ാം അധ്യായത്തില് അപ്പം വർദ്ധിപ്പിക്കല് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറ്റുകയില്ല. അവസാനം തർപ്പിച്ച് യേശു പറയുകയാണ് 6:53 യോഹന്നാന്റെ സുവിശേഷം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. സ്വർഗത്തിലെ ഭൂമിയിലുള്ള എല്ലാ സ്നേഹത്തെയും അതിലംഘിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യം എന്നാണ് വിശുദ്ധ ബെർണാഡ് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ സ്നേഹത്തെയും അതിലംഘിക്കുന്ന സ്നേഹമാണ് ദിവ്യകാരുണ്യമെന്ന്. സഭയെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ജോൺ മേരി വിയാനി പറയുന്നത് ഇങ്ങനെയാണ്, ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒന്നിച്ചെടുത്താലും ഒരു വിശുദ്ധ കുർബാനയ്ക്കുള്ള വില അതിനുണ്ടാകുകയില്ല എന്നാണ് വിശുദ്ധ ജോൺ മേരി വിയാനി പറയുന്നത്. മദർ തെരേസ പറയുന്നത്, ദിവ്യകാരുണ്യ ആരാധനയിൽ ഞാൻ എൻ്റെ പാവപ്പെട്ടവരെ കാണുന്നു. പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരിൽ ഞാൻ ദിവ്യകാരുണ്യ ഈശോയെ കാണുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് കഴിയുക? ചിലപ്പോൾ ഇങ്ങനെ എടുക്കുന്ന രോഗികള് കാലുകളോ കൈയൊക്കെ പഴുത്ത് രോഗഗ്രസ്തരായിട്ട് ആ പുഴുവിനെ എടുത്ത് കളഞ്ഞ് വ്രണങ്ങളെല്ലാം വൃത്തിയാക്കി മരുന്നുകളൊക്കെ വെച്ച് കെട്ടേണ്ട രംഗങ്ങള്. അപ്പോൾ അത് യേശുവിനെ ആ വ്യക്തിയിൽ കാണുന്നത് കൊണ്ടാണ് ഈ ചെറിയൊരാൾക്ക് ഇതപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്
എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ശുശ്രൂഷ അറപ്പില്ലാതെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ യേശുവിനുള്ള സ്നേഹം നിർബന്ധിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഇത് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണെന്ന് പറഞ്ഞതുപോലെ പൗരോഹിത്യത്തിന്റെ ദിവസമാണ്. നിരവധിയായിട്ടുള്ള സമർപ്പിതരായിട്ടുള്ള ആളുകൾ, പൗരോഹിത്യം സ്വീകരിച്ചവരും സന്യസ്തരുമായിട്ടുള്ള ആളുകൾ സഭയിലുണ്ട്. ഈ അടിസ്ഥാനം, ദൈവങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവനെ യേശുവുള്ള സ്നേഹത്തെ പ്രതി ആത്യന്തികമായിട്ട് പൂർണ്ണമായിട്ടുള്ള സമർപ്പിക്കലാണ്. അതാണ് സന്യാസത്തിന്റെയും സമർപ്പിത ജീവിതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. തങ്ങൾക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വേണ്ടത് വെച്ചിട്ട് യേശുവിനു വേണ്ടി ആ സ്നേഹത്താൽ നിറഞ്ഞ് മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് സമർപ്പിത ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ യേശു സമർപ്പിത ജീവിതം നയിക്കുന്ന എല്ലാവരും യേശുവിന്റെ സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും കൽപ്പന മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഗ്രഹിച്ചുകൊണ്ടുമാണ് തങ്ങളുടെ സമർപ്പിത ജീവിതത്തില് സമർപ്പണ ബുദ്ധിയോടെ നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ മത്തരേസ പറഞ്ഞത്, ദിവ്യകാരാധനയിൽ ഞാൻ എൻ്റെ പാവപ്പെട്ടവരെ കാണുന്നു. ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ കാണുന്നത് രോഗികളോ അവശരുമായിട്ടുള്ള ആളുകളെ കണ്ടുകൊണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് ശുശ്രൂഷയുടെ മേഖല, സാധാരണ ആളുകൾക്ക് പറ്റാത്ത മേഖല ഏറ്റെടുക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും കുടുംബങ്ങളിൽ പ്രായമായിട്ട് നടക്കാൻ പറ്റാത്ത വ്യക്തികളോ കിടപ്പ് രോഗികളോ ഉണ്ടെങ്കിൽ അത് സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷയാണെന്ന് കരുതിക്കൊണ്ട് ദൈവം എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്, ഒരു പുണ്യം ചെയ്യാനുള്ള അവസരമാണെന്ന് കരുതിക്കൊണ്ട് ഭർത്താവിന്റെ ആണെങ്കിലും സ്വന്തമാണെങ്കിലും അപ്പനെ അമ്മയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ള ദൗത്യം വിലയുള്ളതാണ്. അത് സന്തോഷത്തോടെ ചെയ്യുക, പ്രാർത്ഥനയോടെ ചെയ്യുക, അത് തന്റെ കടമയാണെന്ന് ചെയ്യുക. യേശുവിന്റെ മുമ്പിൽ വിലയും നിലയുള്ളതാണെന്ന് കരുതിക്കൊണ്ട് നല്ല വാക്കുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകുകയാണ്. ഒരു ബിഷപ്പ് സിനഡില്, റോമിൽ കൂടിയ ഒരു സിനഡില് അതിന്റെ വിഷയതായിരുന്നു ദിവ്യകാരുണ്യം സഭയുടെ ജീവിതത്തിന്റെയും ദൗത്യത്തിന്റെയും ഉറവിടവും പാരമ്യം. അതായിരുന്നു വിഷയം. ദിവ്യകാരുണ്യം സഭയുടെ ജീവിതത്തിന്റെയും ദൗത്യത്തിന്റെ ഉറവിടവും പാരമ്യം എന്നുള്ളതാണ്. ഈശോസഭയുടെ ജനറലായിരുന്ന അരൂപ്പെ ചൈനയിൽ മിഷണറി ആയിട്ട് പ്രവർത്തിക്കുകയുണ്ടായി, ജപ്പാനിൽ പ്രവർത്തിക്കുകയുണ്ടായി. ജപ്പാനിൽ പ്രവർത്തിക്കുമ്പോൾ ആറ്റബോംബ് വരുന്നത്. ഇന്ന് ലോകം യുദ്ധത്തിന്റെ ഭീഷണിയിലാണ്. ആറ്റബോംബ് വർഷിച്ചാൽ അവിടെയുള്ള ആളുകളെല്ലാം മരിച്ചു പോകും. വികിരണത്താൽ നിരവധി വേറെ ആളുകൾ. പല രാജ്യങ്ങളിലും ആറ്റബോംബ് ഉണ്ട്. റഷ്യയിലുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, പിന്നെ നിരവധി രാജ്യങ്ങളിൽ. ഇറാനിൽ ആറ്റം ബോംബ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതാണ് ഇസ്രായേലൊക്കെ അവകാശപ്പെടുന്നത്. എങ്ങനെയാണെങ്കിലും അറ്റോമിക് വാർ വന്നു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടും. അതുകൊണ്ട് പണ്ട് ജപ്പാനിൽ പ്രയോഗിച്ച അവസരത്തിൽ അരൂപ്പ അവിടെ ഉണ്ടായി. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടെ ഹിരോഷിമയിൽ ഒരു സന്യാസ, ഈശോസഭക്കാരുടെ ഒരു സന്യാസ ഭവനം ഉണ്ടായിരുന്നു. ഇവിടെ ആറ്റം ബോംബ് ഇടപ്പോൾ ഈ സന്യാസികൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയില്ല. അടുത്തുള്ള എല്ലാവർക്കും പരിക്ക് പറ്റുകയും തൊലി പിരിഞ്ഞു പോവുകയും നിരവധി പേരുകൾ, ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തു. ഇവർക്കൊന്നും സംഭവിച്ചില്ല. അതിന്റെ കാരണം ഇവര് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ജപമാല ചെല്ലുകയും ദിവ്യകാരുണ്യ ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്ന സമർപ്പിത വ്യക്തികളായിരുന്നു, പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അണുവികിരണം പോലും അവരെ ഏറ്റില്ലെന്നാണ് പറയുന്നത്. ഈ അരുപ്പെ ഈ നഷ്ടാവിഷ്ടങ്ങളിൽ അരുപ്പയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ അവിടെ ചെന്ന് പരിശോധിക്കുക ആളുകൾ ആരെങ്കിലും അനുഭവം വീണ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ജീവനുള്ള മനുഷ്യർ ഈ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പൊ അവരിങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. അപ്പൊ അവിടെ പരിശോധിച്ച് അവിടുത്തെ മുകളിലുള്ള കല്ലുകൾ മാറ്റി കഴിഞ്ഞപ്പോൾ
നഗമുറ എന്ന ഒരു പെൺകുട്ടിയുടെ, ഒരു യുവതിയുടേതായിരുന്നു. യുവതി മരണാസന്നയായിട്ട് കിടക്കുകയായിരുന്നു. ഒരു വർഷം മുമ്പ് വിശ്വാസത്തിലേക്ക് അരൂപ്പയെ സ്വീകരിച്ചതാണ് നഗമുറ എന്ന് പറയുന്ന ഈ ജപ്പാനീസ് യുവതിയെ. അരൂപ്പയെ അറിയുന്നയാളാണ്. അവൾ അവസാനം ആവശ്യപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. അവസാനം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കാണ് തിരുപ്പാത എന്ന് പറയുന്നത്. അപ്പോൾ അരൂപ്പയെ ആവശ്യം നിറവേറ്റിക്കൊടുത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു കൊണ്ട് കൊടുത്തു. അവൾക്ക് ആശീർവാദം നൽകി അവളെ ശാന്തയായിട്ട് മരിച്ചു. അപ്പോൾ വിശ്വാസത്തിലേക്ക് അവസാനമായിട്ട് ഒരു വർഷം മുമ്പ് മാത്രം കടന്നു വന്ന ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മരണത്തിനുമായിട്ട് മല്ലിത്തീരുന്ന നിമിഷങ്ങളിൽ അവൾ ആഗ്രഹിച്ചത് ദിവ്യകാരുണ്യമാണ്. വിശുദ്ധ കുർബാനയുടെ ദിവസമാണിന്ന്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരുക്കത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അവൾ സ്വീകരിച്ച ദിവ്യകാരുണ്യം തിരുപ്പാതയമായിട്ട് മാറി, അവളുടെ മരണത്തിനൊരുക്കമായിട്ട് മാറി, അവൾ ശാന്തമായിട്ട് മരിച്ചു എന്നിരിക്കുക. ഇത് നമ്മൾ പെസഹ വ്യാഴാഴ്ച ആചരിക്കുകയാണ്. അവൾ നിരവധി കാര്യങ്ങൾ ധ്യാനിക്കേണ്ട ഒരു ദിവസമാണ്. ഈ ശുശ്രൂഷയുടെ മുഖമുദ്രയായിട്ട് യേശു കാണിച്ചു തന്ന പാപങ്ങൾ കഴുകുന്ന ശുശ്രൂഷയാണ്. നമുക്ക് ആ ശുശ്രൂഷയിൽ, തുടർന്നുള്ള ശുശ്രൂഷകളിലും ദിവ്യകാരുണ്യ ആരാധനയിലും ഒക്കെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കാം. ദിവ്യകാരുണ്യ ഈശോ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയുടെ തിരുസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും